ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട മേലേക്കുറ്റച്ചൻ, പ്രിയ കർത്താവിൻ്റെ ഈ മുന്തിരിത്തോപ്പിലെ അധ്വാനിക്കുന്നവരായ ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ഈ ഒരു പ്രഭാതത്തിലെ ദൈവവചനം പങ്കിടുവാൻ തക്കവണ്ണം നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ദൈവം തന്ന ഈ സമയത്തിനായിട്ട് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി തിരുവചനം ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കൊരിന്ത്യസിന് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 20 മുതലുള്ളതായ തിരുവചനങ്ങൾ. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരുടെയും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, നാഥാ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധ സഭ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ സംഗതിയാണ് മരണവും മരണശേഷം സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളതായ കാര്യം. ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളെ വായിച്ചു കേട്ടു. ആദാമിലൂടെ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. അത് ഫലമായിട്ട് മരണവും ഉണ്ടായി. എന്നാൽ ആ മരണത്തെ വിജയിക്കുവാൻ തക്കവണ്ണം 2-ാം ആദാമായിട്ട് ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, മരണത്തിന്റെ മേൽ അധികാരം നേടി. അങ്ങനെ ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. ആദ്യഫലമായിട്ട് ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എങ്കിൽ എല്ലാ മനുഷ്യർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥാ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ, നിന്നെക്കുറിച്ചുള്ളതായ തീഷ്ണത ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ, മരണമെന്ന യാഥാർത്ഥ്യത്തെയും അതിനുശേഷം ഉണ്ടാകുന്ന സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ളതായ ചിന്തകള് ഞങ്ങളെ ഭരിക്കണമേ. നാഥാ, ആ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ധനസമ്പാദ്യങ്ങളെ സ്വരുക്കൂട്ടുവാൻ, ആയതിനു വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങളെ സ്വരുക്കൂട്ടുവാനായിട്ട് ഞങ്ങളുടെ ഈ ജീവിതകാലം പ്രയോജനപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, ഈ ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. ദൈവമേ, വചനം സ്വീകരിക്കുവാൻ നല്ല നിലം പോലെ ഓരോ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായകനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്റെ വചനം പങ്കിട്ടു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ, കൃപകളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കുന്ന പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെ വിശിഷ്യ മോർ അഫ്രേമിന്റെയും മധ്യസ്ഥകളാലും പ്രാർത്ഥനകളാലും തന്നെ ആമീൻ. സ്നേഹിക്കപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ എവിടെ നോക്കിയാലും 3ന്റെ ഘടന കാണുവാനായിട്ട് സാധിക്കുമെന്ന് അഫ്രേം പിതാവിന്റെ എഴുത്തുകളിൽ കാണുന്നു. അതായത്, ദൈവത്തെ നോക്കുകയാണെങ്കിൽ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു മനുഷ്യനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന് ദേഹമുണ്ട്, ശരീരമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. ഇപ്പൊ മനുഷ്യനും 3 ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. അതുപോലെ ഒരു വെള്ളം എടുത്താല് ഹൈഡ്രജന്റെ 2 കണികകളും ഓക്സിജന്റെ ഒരു കണികയും കൂടി ചേരുമ്പോൾ H2O നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതവിടെയാണ് വെള്ളം. അപ്പൊ ഇങ്ങനെ ഈ 3ന്റെ ഘടന എവിടെയും കാണുവാൻ സാധിക്കും. ദേവാലയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം.
യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഘടന കാണാം. ദൈവം പറഞ്ഞിട്ട് നോഹ നിർമ്മിച്ച പെട്ടകത്തിൽ ഈ ഘടനയുണ്ട്. ഏറ്റവും മുകളില് നോഹ, ഒന്നാമത്തെ അതിന്റെ മേൽത്തട്ടിൽ നോഹയും കുടുംബവും, അതിന്റെ മധ്യഭാഗത്തെ പക്ഷികള്, താഴത്തെ തട്ടിൽ മൃഗങ്ങള്. അപ്പൊ ഈ മൂന്നിന്റെ ഘടന എവിടെയും. അതുപോലെ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ളതായ ചിന്തയിലും മുകളിൽ ആകാശം അഥവാ സ്വർഗം, മധ്യഭാഗത്തെ ഭൂമിക്കടിയിൽ പാതാളം. ഇതായിരുന്നു പ്രപഞ്ചത്തെ കുറിച്ചുള്ളതായ ആദ്യത്തെ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ബാവ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിന്റെ പഴയ മലയാള തർജ്ജിമ നമുക്കറിയാം, ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ബാവ. കാരണം ദൈവം മുകളിലാണ്, ആകാശത്തിലാണ് എന്നുള്ള ചിന്ത. പഴയ നിയമത്തിലെ മരിച്ചുപോയവരൊക്കെ ഭൂമിക്കടിയിലേക്ക് പോകുന്നു. നമ്മൾ സംഖ്യാപുസ്തകം പഠിക്കുമ്പോ പൗരോഹിത്യത്തോട് മത്സരിച്ചതായ ആളുകളെ ഭൂമി വിഴുങ്ങി എന്ന് പറയുവാൻ കാരണം ഭൂമിക്കടിയിലേക്ക് പോയി. മരിച്ചവരെ ഭൂമിക്കടിയിലേക്ക് പോകുന്നു. മരിച്ചവര് ഭൂമിക്കടിയിലാണ് പാതാളം എന്നുള്ളതായ, മരിച്ചുപോയുടെ വാസസ്ഥലം എന്നുള്ളതായിരുന്നു പഴയ നിയമ ചിന്താഗതി. അപ്പോ ഞാൻ ആ മൂന്നിന്റെ ഘടനയെക്കുറിച്ച് ആമുഖമായിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഒരു മനുഷ്യനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു മനുഷ്യന് ദേഹമുണ്ട്, ശരീരമുണ്ട്, ദേഹിയുണ്ട്, ജീവനുണ്ട്, അതുപോലെ ആത്മാവുണ്ട്. അപ്പോ ദേഹം, ദേഹി, ആത്മാവ് ഇവ ചേരുമ്പോഴാണ് ആ വ്യക്തിയെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് മരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പറയുന്നത് ഭൗതിക ശരീരം എന്നാ പറയുന്നത്. ഭൗതിക ശരീരം അല്ലെ മൃതശരീരം. കാരണം ആത്മാവ് അവിടെ ഇല്ല, ആത്മാവ് വിട്ടുമാറി. അപ്പൊ മരണം എന്ന് പറയുന്നത് ഈ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന പ്രക്രിയയ്ക്കാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും തമ്മിൽ സംയോജിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവനിലേക്ക് ജീവശ്വാസം പകർന്നു. ദൈവം അവന്റെ മൂക്കിലെ ഊതി. അപ്പോ ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ് വന്ന് അവനിൽ വസിച്ചു. അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അപ്പോ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത് ദൈവമാണ്. ഈ ശരീരവും ആത്മാവും ജീവനും കൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അവൻ മനുഷ്യൻ. ഈ ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ദൈവത്തിന്റെ ജീവനാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ ദാനമായ ജീവൻ ദൈവം തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. അതായത് ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായ സമയത്ത് ആത്മാവും അതിനെ വിട്ടുമാറുകയാണ്. മണ്ണിൽ നിന്ന് മെനയപ്പെട്ടതാണ് ശരീരം. അതുകൊണ്ട് ശരീരം മണ്ണിലേക്ക് പോകുന്നു. ജീവൻ ദൈവം തിരിച്ചെടുക്കുമ്പോൾ ജീവൻ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുന്നു. കൊലോസ്യ ലേഖനത്തില് കാണുന്നത് ജീവൻ ദൈവത്തിൽ ഗൂഢമായിട്ട് വസിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിങ്കിലേക്ക് തന്നെ, ദൈവം നൽകിയ ജീവൻ ദൈവത്തിങ്കിലേക്ക് വിലയം പ്രാപിക്കുന്നു. അപ്പോ ആത്മാവ് എന്ത് ചെയ്യുന്നു? എവിടെ പോകുന്നു? ആത്മാവ് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. ഇതിനാണ് മരണമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മാർപ്പാപ്പ ആയിരുന്ന, അല്ലെങ്കിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അദ്ദേഹം കർദിനാൾ റാറ്റ്സിംഗർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നത്, മരണം ഒരു ആത്മാവിന്റെ മരണത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ തടവറയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ജ്ഞാനിയായവൻ തന്റെ ശരീരത്തെ ആത്മാവിന്റെ തടവറയായിട്ട് കാണുന്നു. ആയതിനാൽ ശരീരത്തോടുള്ള ശത്രുതയിൽ നിന്ന് അമർത്യതയിലേക്ക് നയിക്കപ്പെടുവാൻ സ്വയം തയ്യാറാവുന്നു. ഇങ്ങനെയുള്ളവർക്ക് മരണം തടവറയുടെ വാതിൽ തുറക്കപ്പെടുന്ന ധന്യ മുഹൂർത്തമാണ്. അതുവഴി ആത്മാവ് സ്വാതന്ത്ര്യത്തിലേക്കും അമർത്യതയിലേക്കും നയിക്കപ്പെടുന്നു. മരണത്തെ വളരെ വേദനയോടും ഭയത്തോടും ഒക്കെയാണ് മനുഷ്യൻ നോക്കിക്കാണുന്നത് ലോകപ്രകാരം. എന്നാൽ
കർദിനാൾ റാറ്റ്സിംഗർ മാർപ്പാപ്പ പറയുകയാണ്, ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുകയാണ്, ഇത് ഒരു ധന്യ മുഹൂർത്തമാണ്. ഇത് തടവറയുടെ വാതില് തുറന്ന് ആത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന ഒരു ധന്യ മുഹൂർത്തമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ തടവറ. അപ്പോൾ ആ തടവറയിൽ നിന്ന്, ശരീരമാകുന്ന തടവറയിൽ നിന്ന് ആത്മാവ് മോചിതമാകുന്ന പ്രക്രിയയാണ് മരണം. മരണം ജീവനിലേക്ക്, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. കർദിനാളും പറഞ്ഞിരിക്കുന്നത്, നിങ്ങള് എന്ത് ചെയ്യുന്നു? തടവറയുടെ വാതിൽ തുറക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് മരണം. നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അഫ്രേം പിതാവ് പറയുന്നത്, യേശുവിന്റെ മരണസമയത്ത് അവന്റെ പാർശ്വത്തിൽ പടയാളി കുത്തി എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പറുദീസായുടെ വാതിൽ തുറക്കപ്പെട്ടത്. ഞാൻ അഫ്രേമിന്റെ മരണത്തെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് പറയുമ്പോൾ ആ ഭാഗം ഞാൻ വിശദീകമാക്കി തരാം. വലിയ അർത്ഥമുള്ള ഭാഗമാണ്. അപ്പോ ഇത് തടവറയുടെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് മരണം. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിലും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ല. നിങ്ങളെ ജീവനിലേക്ക് മാറണമെങ്കിൽ ഒരു മനോഹരമായ ലോകത്തിൽ നിന്ന് തന്നെ ഒരു സത്യം എടുത്തുകൊണ്ട് പറയുന്നു, ഒരു ധാന്യം, അത് ആ ധാന്യത്തിന്റെ മണി നിലത്ത് വീണ് അതിന്റെ മാംസളമായ ഭാഗങ്ങള് മണ്ണോട് മണ്ണ് ചേർന്ന് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നത്, പുതിയ ജീവൻ ഉണ്ടാകുന്നത്. അതുപോലെയാണ് മരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ധാന്യമണി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഓരോന്നിനും ഓരോ വിത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, ഗോതമ്പിന്റെയോ മറ്റു യവത്തിന്റെയോ ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം, എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോ ഈ ശരീരം മണ്ണിലേക്ക് ചേരുമ്പോൾ മാത്രമേ ആ ധാന്യമണി കിളർത്ത് അതിൽ നിന്ന് പുതിയൊരു ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് മരണത്തെ. അപ്പൊ മരണം എന്ന് പറയുന്നത് മറ്റൊരു ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ്. കർദിനാൾ റാറ്റ്സിംഗറിന്റെ ഭാഷയിൽ പറഞ്ഞാല്, ശരീരത്തിന്റെ തടവറയിൽ നിന്ന് ആത്മാവിന് മോചനം ലഭിക്കുന്ന ധന്യ മുഹൂർത്തമാണ് മരണമെന്നാണ് പിതാവ് പറയുന്നത്. ഇനിയും നമ്മുടെ ശുശ്രൂഷാക്രമങ്ങളിലേക്ക് വരുമ്പോൾ മരണത്തെക്കുറിച്ച് പറയുന്നത്, ഒന്നാമത്തെ ശുശ്രൂഷയിലെ മനോഹരമായ ഒരു ഗീതമുണ്ട്, ആദമിലാരംഭിച്ചതുമായി മരണം മശിഹായോളം നീണാളോടി എന്ന് തുടങ്ങുന്നതായ ഭാഗം. അപ്പോ ആ ഗാനത്തിന്റെ അർത്ഥം, ആദാമിന്റെ കൽപ്പന ലംഘനത്തിലൂടെ ആരംഭിച്ചതായ മരണം മശിഹാ വരെ തുടർന്നു. ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലൂടെ പാപത്തിന്റെയും സാത്താന്റെയും മരണത്തിന്റെയും മേൽ വിജയം നേടിക്കൊണ്ട് അധികാരം സ്ഥാപിച്ചു. കുരിശിലൂടെ നേടിയതായ ഈ വിജയത്തെ ആദാമിന്റെ മക്കള് ഇന്ന് ആഘോഷിക്കുന്നു. നമ്മുടെ ഓരോ ഞായറാഴ്ച സുറിയാനി സഭയുടെ പാരമ്പര്യത്തില് നമ്മുടെ ഓരോ ഞായറാഴ്ച വിശേഷിപ്പിക്കുന്ന മിനി ഈസ്റ്റർ എന്ന, കെന്തിയായുടെ ദിവസം എന്നാ പറയുന്നത്, ഉയർപ്പിന്റെ ദിവസമാ ഞായറാഴ്ച, പുനരുദ്ധാനത്തിന്റെ ദിവസം. മശിഹ വിജയം നേടിയതായ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ഞായറാഴ്ച നമ്മുടെ സഭയുടെ കൽപ്പനകളിലുണ്ട്, ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും നിർബന്ധമായും ദേവാലയത്തിൽ പോകണം. അപ്പൊ ഞായറാഴ്ചയുടെ പ്രത്യേകത, ഞായറാഴ്ച കർത്താവ് വിജയം നേടിത്തന്നതായ ദിവസമാണ്. സാത്താന്റെ മേലെ, പാപത്തിന്റെ മേലെ, മരണത്തിന്റെ മേലെ വിജയം നേടിത്തന്നു. ആ മൂന്നിന്റെ ഘടന പിന്നെ അവിടെ കയറി വരിക. ആദ്യ മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ട് പാപത്തിലേക്ക് വീണു. 3 പാപങ്ങളാണ്: തിന്നാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അതുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ 3 പരീക്ഷകള്, പ്രലോഭനങ്ങളെ യേശു വിജയിച്ചത്. പാപത്തിന്റെ മേലെ വിജയം നേടുകയാണ്, സാത്താന്റെ മേലെ യേശു വിജയം നേടുകയാണ് തന്റെ മരുഭൂമിയിലെ ആ പരീക്ഷയിലൂടെ.
ആ 3 പ്രലോഭനങ്ങളും ഈ ആദാമിന് കിട്ടിയതായ പ്രലോഭനങ്ങളെ തന്നെയാണ് രണ്ടാം ആദാമാകുന്ന ക്രിസ്തു മറികടക്കുന്നത്. വിശന്നിരുന്നതായ മനുഷ്യനോട് പിശാച് പ്രലോഭൻ പറയുകയാണ്, ഈ കാണുന്ന കല്ലുകള് അപ്പമായി തീരുവാൻ നീ കൽപ്പിക്കുക. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്ലുകളൊക്കെ അപ്പമായിട്ട് തീരും. നിനക്ക് നിന്റെ ശരീരത്തിന്റെ ആഗ്രഹം, വിശപ്പ്, ജഡീക ആഗ്രഹം നിനക്ക് നിറവേറ്റാം. വൃക്ഷഫലം തിന്നാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, കണ്ണിന്റെ മോഹം. പിശാച് ചിന്തിച്ചു, മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ അത്ഭുതം കാണിക്കുവാൻ, അടയാളം കാണിക്കുവാൻ പറഞ്ഞതുകൊണ്ടാണ് യേശു അതിൽ വീഴാഞ്ഞത്. അതുകൊണ്ട് കുറെ ആളുകളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ചൊരു അത്ഭുതം ചെയ്യുവാൻ അവനെ പ്രലോഭിപ്പിച്ചാല് അതിൽ വീഴും, കണ്ണിന്റെ മോഹത്തിൽ വീണു പോകുമെന്നുള്ളതായ ആ ഒരു ചിന്ത പിശാചിനുണ്ടായി അടുത്തതായി. അതുകൊണ്ടാണ് അനേക ആയിരങ്ങള് കടന്നു വരുന്നതായ ജെറുസലേം ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക. ദൈവവചനത്തിൽ നിന്ന് കർത്താവ് മറുപടി കൊടുത്തപ്പോൾ ദൈവവചനം തന്നെ പിശാച് എടുത്ത് ഉപയോഗിച്ചു. നിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നീ നിന്റെ കാല് കല്ലിൽ തട്ടാതിരിപ്പാൻ മാലഹമാര് നിന്നെ കാത്തുകൊള്ളും, താങ്ങിക്കൊള്ളും. അതുകൊണ്ട് ഈ യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നീ ചാടുമ്പോ മാലഹമാര് നിന്നെ ഭുജങ്ങളിൽ വഹിക്കും. ഈ അത്ഭുത പ്രവൃത്തി കൊണ്ട് അനേകായിരങ്ങൾ നിന്റെ കൂടെ വരും. കണ്ണിന്റെ മോഹം യേശുവിന് കൊടുത്തു. യേശു അതിനെ കീഴടക്കി. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. അടുത്തത്, ഈ ഫലം പറിച്ചു തിന്നാൽ ദൈവത്തെ പോലെയാകും, ജ്ഞാനം പ്രാപിക്കും. ജ്ഞാനം പ്രാപിപ്പാൻ കാവ്യവും എന്ന് കണ്ടു. ആ പ്രലോഭനം, ജീവനത്തിന്റെ പ്രതാപം. അതുകൊണ്ടാണ് പിശാച് ഉയരമുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും എന്റേതാ, നീ എന്നെ വീണ് വന്നിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം. ജീവനത്തിന്റെ പ്രതാപം. കർത്താവ് അതിന്റെ മേൽ വിജയം നേടി. ഞാൻ ആ 3ന്റെ ഘടന കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ കൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഞാനൊന്ന് പറഞ്ഞു മാത്രം. ഞാൻ അവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല എങ്കിലും. അപ്പോ ഈ 3 പ്രലോഭനങ്ങൾ, ആ 3ന്റെ ഘടനയെ കുറിച്ച് ഞാൻ അവിടെയും ഒന്ന് സൂചിപ്പിച്ചാണ്. അപ്പൊ ആദമിലൂടെയാണ് മരണം ലോകത്തിലേക്ക് ഉണ്ടായത്. ആദമിൽ ആരംഭിച്ചതാണ് മരണം. ആ മരണം മശിഹായുടെ കാലം വരെ മരണത്തിന്റെ മേലെ അധികാരമില്ലായിരുന്നു. അത് പിന്നീട് അത് വലിയൊരു സത്യമാണ്. എന്തായി മശിഹായുടെ കാലം വരെ മരണത്തിന്റെ മേൽ അധികാരമില്ലായിരുന്നു എന്ന് പറഞ്ഞത്, അതിന്റെ ഒരു പ്രത്യക്ഷ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് അന്ന് വരെയുള്ള ആളുകളൊക്കെ മരിച്ചവർ എവിടെയായിരുന്നു? പാതാളത്തിലായിരുന്നു. അന്ന് വരെ മരിച്ചുപോയ മൃതന്മാരെ പാതാളത്തിലാ. പറുദീസായുടെ വാതില് അന്ന് പാപം ചെയ്തപ്പോ ദൈവം അടച്ചു. ക്രോബേ മാലാഹയെ തിരിയുന്ന വാളുമായിട്ട് അവിടെ കാവല് നിർത്തി. പിന്നെ പറുദീസയിലേക്ക് ആരും കയറിയിട്ടില്ല. അപ്പോ മരിച്ചുപോയവരുടെ ആത്മാക്കളൊക്കെ എവിടെയായിരുന്നു? അവരെ പാതാളത്തിലായിരുന്നു. അതുകൊണ്ട് യേശു പാതാളത്തിലേക്ക് ഇറങ്ങി. കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ളതായ തന്റെ രക്ഷാകരമായ ദൗത്യത്തിൽ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവം പറയുന്നുണ്ടല്ലോ, രക്ഷയെക്കുറിച്ചുള്ളതായ വാഗ്ദാനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. രക്ഷയെക്കുറിച്ചുള്ളതായ വലിയ വാഗ്ദാനമാണ്. അപ്പോ ആ വലിയ വാഗ്ദാനം നിറവേറ്റപ്പെട്ടത് മശിഹായിലൂടെയാണ്. സ്ത്രീയുടെ സന്തതിയായിട്ട് കാലത്തിന്റെ സമ്പൂർണതയിൽ ജഡം ധരിച്ച് കടന്നു വന്നവനായ ദൈവപുത്രൻ മശിഹ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അഫ്രേം പിതാവിന്റെ മനസ്സിലെ 3 കാര്യങ്ങള്, അതായത് 3 സ്റ്റേഷൻ പോയിന്റ് ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. 3 മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ളതായ ഈ രക്ഷണ്യ പ്രവർത്തനത്തിലെ 3 സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 3 സ്റ്റേഷൻ, 3 സങ്കേതങ്ങൾ. ആ 3 സങ്കേതങ്ങളും രക്ഷയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായിട്ട് അഫ്രേം പിതാവ് പഠിപ്പിക്കുന്നത്. ഒന്ന്, കന്യകയുടെ ഉദരത്തിലുള്ള ഇറക്കം. കന്യക മറിയാമിന്റെ ഉദരത്തിലേക്ക് ദൈവപുത്രൻ, ദൈവം ഇറങ്ങി വസിച്ചു. 9 മാസം അവിടെ താമസിച്ചു. അത് ഒരു വലിയ രക്ഷയുടെ നിർണായക നിമിഷമാണ്. 2, യേശുവിന്റെ യോർദാനിലേക്കുള്ള ഇറക്കം. യേശുവിന് മാമോദിസ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. എന്നിട്ടും യേശു തമ്പുരാൻ മാമോദിസ സ്വീകരിച്ചു. അപ്പോ ഈ യോർദാനിലേക്കുള്ള യേശുവിന്റെ ഇറക്കം, സ്നാപക യോഹന്നാൻ പോലും പറഞ്ഞു,
ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടവനാ, നീ പിന്നെ എന്തുകൊണ്ട് എന്റെ അടുക്കൽ മാമോദീസ സ്വീകരിക്കാൻ പറഞ്ഞു? യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, സകല നീതിയും അങ്ങനെ നിവർത്തിക്കപ്പെടേണ്ടതിനായിട്ട് തന്നെ. അപ്പോ യേശു സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി പാപമോ, കാരണം യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമാണ്, പാപമോചനത്തിന്റെ സ്നാനമാണ്. യേശുവിൽ പാപമില്ല. പാപമില്ലാത്തവനായ യേശു യോർദാനിലേക്ക് ഇറങ്ങി. അതിനെക്കുറിച്ച് വിശദമായിട്ട് എൻ്റെ മാമോദീസ, വിശുദ്ധ മാമോദീസ പ്രകാശത്തിന്റെ കൂദാശ എന്ന പുസ്തകത്തില് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് മോർ അഫ്രൈമിന്റെ എഴുത്തുകളെയും സെറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബിന്റെ എഴുത്തുകളെയും ആധാരമാക്കി യേശുവിന്റെ യോർദാനിലേക്കുള്ള ഇറക്കത്തെക്കുറിച്ച് ഞാൻ വിശദമാക്കി പറയുന്നുണ്ട് അവിടെ ആ പുസ്തകത്തില്. അപ്പോ യേശുവിന്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ രക്ഷ സ്വായത്തമാക്കുവാൻ, രക്ഷ ലോകത്തിന് നൽകുവാൻ യേശു ചെയ്ത പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു നിമിഷമായിരുന്നു യോർദാനിലേക്കുള്ള യേശുവിന്റെ ഇറക്കം. രക്ഷയുടെ വലിയ അനുഭവമാണ്. എന്താണെന്നറിയാമോ? നിങ്ങള് അതിനെ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. അതായത് ഈ രക്ഷ 3 തലത്തിൽ എത്തുവാൻ വേണ്ടിയിട്ടാ. രക്ഷയ്ക്ക് 3 തലങ്ങളുള്ള 3 തലങ്ങളിലാണ് രക്ഷ നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമായിട്ട് വരുന്നത്. അതായത് 3 തലങ്ങൾ എന്ന് പറയുന്നത്, അതിനൊരു പാസ്റ്റ് പ്രസന്റ് റിയാലിറ്റി ഉണ്ട്, അതിനൊരു പാസ്റ്റ് ഇതുണ്ട്, അതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. 3 കാലങ്ങള്. രക്ഷയുടെ 3 കാലങ്ങൾ എന്ന് പറയുന്നത്, യേശുവിന്റെ കാലത്തുള്ള ആളുകളെ വീണ്ടെടുക്കുവാനായിട്ട് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളും ഒക്കെ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അവന്റെ വാക്കുകളും പ്രവൃത്തികളും, ഡീഡ്സ് ആൻഡ് വേഡ്സ്, യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യനെ രക്ഷയിലേക്ക്, ആ കാലത്തുള്ള ആളുകളെ, അത് ശ്രവിക്കുന്നവരെ, അത് കാണുന്നവരെ ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായി. പക്ഷെങ്കില് യേശുവിന്റെ ആ പരസ്യ ശുശ്രൂഷ അപ്പോൾ ആരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു? അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കാണ് അത് കാണുകയും അത് കേൾക്കുകയും ചെയ്ത ആളുകൾക്ക്. എന്നാല് ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി അത് എഴുതപ്പെട്ടു. അതായത് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഇത് എഴുതപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാ? ഇനിയും ജനിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി. ഈ രക്ഷാകര സംഭവത്തെ അവർ എഴുതി വെച്ചു. ഇനി ജനിക്കുവാനുള്ള ഫ്യൂച്ചർ, വരാനിരിക്കുന്നവർക്ക് വേണ്ടി. ഇനി കഴിഞ്ഞുപോയ ആളുകള്, ആദാം മുതലുള്ള ആളുകള്, അവർക്കും ഈ രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളിടത്താണ് മറ്റൊരു സംഗതി വരുന്നത്. അപ്പോ യേശുവിന്റെ മാമോദീസ ഇനിയും മാമോദീസ സ്വീകരിക്കുന്നവർക്കുള്ള ഒരു മുൻകുറിയായിരുന്നു. മാമോദീസ സ്വീകരിക്കുന്നവർക്ക് ആ കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു യോർദാനിലേക്ക് ഇറങ്ങി എന്ന് സെറൂഗിലെ യാക്കോബ് പറയുന്നത്. യേശു യോർദാനിലേക്ക് ഇറങ്ങി, യോർദാൻ നദിയിൽ ആ വെള്ളത്തെ വിശുദ്ധീകരിച്ചു. അഗ്നിയായവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തീയും വിറകും കൂടാതെ യോർദാനിലെ വെള്ളം ചൂടായി. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ മാമോദീസായ്ക്ക് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അതിന്റെ മറ്റൊരു ട്രഡീഷണൽ വ്യാഖ്യാനം നമുക്കറിയാം. ആ യോർദാൻ നദി 3 നദിയുടെ സംഗമസ്ഥാനമായിരുന്നു എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ, അത് തെറ്റല്ല. പൂർണ്ണമായിട്ട് അതും പൂർണ്ണമാ, അതും മീനിങ് ഫുൾ ആണ്. പക്ഷെങ്കിൽ മറ്റൊരു സംഗതിയുണ്ട്. ഒരു അഗ്നി വെള്ളത്തിലേക്കോ മറ്റൊരു വസ്തുവിലേക്കോ ഇറക്കി വെക്കുമ്പോൾ അവിടവും ആ അഗ്നിയുടെ ഗുണം കിട്ടും. യേശു അഗ്നിയാണ്, ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. ആ ദൈവം എന്ത് ചെയ്തു? യോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തീയും വിറകും ഒന്നുമില്ലാതെ യോർദാനിലെ വെള്ളം ചൂട് പിടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസ വെള്ളത്തെ മാമോദീസ വെള്ളത്തിലെ ചൂടുവെള്ളം കലർത്തുന്നതിന്റെ ഒരു വ്യാഖ്യാനം. യേശു യോർദാനിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രിസ്തീയ മാമോദീസായ്ക്ക് ആരംഭം കുറിക്കുവാനാണ്, അതിലേക്ക് അടിസ്ഥാനം ഇടാനാണ്. യേശു വെള്ളത്തെ വിശുദ്ധീകരിച്ചു, തന്റെ മഹത്വ വസ്ത്രത്തെ അവിടെ നിക്ഷേപിച്ചു. അവിടെ ഉണ്ടായിരുന്നതായ മഹാസർപ്പത്തിന്റെ തലയിലെ ചവിട്ടി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചവിട്ടുമെന്നുള്ളതായ, തകർക്കുമെന്നുള്ളതായ ആ പ്രവചനത്തിന്റെ തുടക്കം, അതിന്റെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. ഇനി അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് കാൽവരി കുരിശിലാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു ജൂബിലി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഉദ്ഘാടനം, അതിന്റെ ഒരു തുടക്കമുണ്ട്, അതിന്റെ ഒരു ഉദ്ഘാടനം, അതിന്റെ ഒരു ആരംഭം കുറിച്ചുകൊണ്ട് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ വെക്കും. പിന്നെ അതിനൊരു സമാപന സമ്മേളനം വെക്കും.
അതാണ് എവിടെ നടന്ന കാൽവരി കുരിശിൽ നടന്നത്. അപ്പോ ഈ സർപ്പത്തിന്റെ തല തകർക്കുന്നതിന്റെ തുടക്കം, അതിന്റെ ഉദ്ഘാടനമാണ് യോർദാൻ നദിയിൽ വെച്ച് നടന്നത്. അപ്പൊ യേശു യോർദാനിലേക്ക് ഇറങ്ങിയത് ക്രിസ്തീയ മാമോദീസായ്ക്ക് അടിസ്ഥാനമിടാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ആ മാമോദീസ ആരൊക്കെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നുവോ അവർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും. അതതിന്റെ ഫ്യൂച്ചർ. ഇനി യേശുവിന്റെ പാതാളത്തിലേക്കുള്ള ഇറക്കം. അപ്പൊ 3 ഇറക്കങ്ങൾ. അപ്പൊ പാതാളത്തിലേക്ക് യേശു എന്തിനാ ഇറങ്ങിയത്? ആദാം മുതലുള്ള ആളുകള് അവിടെ തടവറയിലെ ബന്ധനത്തില ഭൂമിക്കടിയിലെ പാതാളത്തിൽ പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ബന്ധനത്തിൽ കഴിയുകയാണ്. ഈ ആത്മാക്കളെ വിടുവിക്കുവാൻ വേണ്ടി, അവരോട് രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി യേശു തമ്പുരാൻ പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ 3 ദിവസം താമസിച്ചു. അതിനെക്കുറിച്ച് സുവിശേഷത്തിലുണ്ടല്ലോ. യോനാ പ്രവാചകൻ 3 ദിവസം ഭൂമിക്കടിയിലായിരുന്നത് പോലെ, ഭൂമിക്കുള്ളിൽ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാതാളത്തിൽ, അങ്ങനെ പല ഇതാ അതിന് കൊടുക്കുന്നത്. എല്ലാം ഒരു കൺസെപ്റ്റ് തന്നെ. ഭൂമിക്കുള്ളിൽ പോലെ, മത്സ്യത്തിനുള്ളിൽ പോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ 3 ദിവസമായിരിക്കും എന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ യേശുവിന്റെ ജീവിതത്തിലെ ഈ 3 ഇറക്കം, കന്യകയുടെ ഉദരത്തിലേക്കുള്ള ഇറക്കം, യോർദാൻ നദിയിലേക്കുള്ള ഇറക്കം, പാതാളത്തിലേക്കുള്ള ഇറക്കം, ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ട സംഗതികളായിട്ടാണ് പരിശുദ്ധനായ മോർ അഫ്രേം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ആദമിൽ ആരംഭിച്ചതായ ആ മരണം, അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി യേശു കുരിശിൽ മരിച്ച് മൃതരുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, യേശു മൃതരുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങിയത് എന്തിനാണെന്നറിയോ? മൃതിയെ തോൽപ്പിക്കാനാ, മരണത്തെ തോൽപ്പിക്കാൻ. നമ്മുടെ എത്രയോ മനോഹരമായ ഗീതങ്ങളാ നമ്മുടെ ദുഃഖശനിയാഴ്ചത്തെ പ്രാർത്ഥനകളിലുള്ളത്. ഈ ആശയമാണ് ഉള്ളത്. മൃതിയെ തോൽപ്പിക്കാൻ, മരണത്തെ തോൽപ്പിക്കുവാനാണ് അവൻ മരിച്ചത്. ഓർത്തേ, യേശു സ്നാനം സ്വീകരിച്ചിട്ട് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചിട്ട് നേരെ പോയത് മരുഭൂമിയിലേക്കാണ്. എന്തിനാ മരുഭൂമിയിലേക്ക് പോയത്? നമ്മൾ പറയത്തില്ലേ, പുലിയെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുലിയുടെ മടയിൽ ചെന്ന് അതിനെ കീഴ്പ്പെടുത്തണം. തന്നെയാണ് കർത്താവ് ചെയ്തത്. സ്നാനമേറ്റ കർത്താവ് നേരെ പോയത് മരുഭൂമിയിലേക്കാ. എന്താണെന്നറിയാമോ? മരുഭൂമി, വിജനപ്രദേശം പിശാചിന്റെ സങ്കേതമാണ്. അവന്റെ സങ്കേതത്തിലേക്ക് ചെന്നിട്ട് അവന് തടി കൊടുത്തു. അതാണ് കർത്താവ് അവന്റെ 3 പ്രലോഭനങ്ങള്. മരുഭൂമിയിലേക്ക് ചെന്നു, വിജനപ്രദേശത്തേക്ക്, അവന്റെ മടയിലേക്ക് ചെന്നു, അവനെ തോൽപ്പിച്ചു. ഇനി അത് തന്നെയാണ് പാതാളത്തിലേക്കുള്ള ഇറക്കം. മൃതരായ ആളുകളൊക്കെ എവിടെയായിരുന്നു? വാങ്ങിപ്പോയിരിക്കുന്ന ആളുകളൊക്കെ അന്ന് വരെയും പാതാളത്തിലാണ് കഴിഞ്ഞത്. അവിടെ ബന്ധനത്തിലായിരുന്നു സാത്താന്റെ. അവരെ ബന്ധനത്തിൽ കഴിഞ്ഞ് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി യേശു മൃതരുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങി മൃതിയെ തോൽപ്പിച്ചു. മരണത്തെ ചവിട്ടി തോൽപ്പിച്ച് മരിച്ചുപോയവരെ ആത്മാക്കളെ അവിടെ നിന്ന് സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു പാതാള പറുദീസായിലേക്ക് കൊണ്ടുവന്നു. അതാണ് കർത്താവ് ചെയ്തത്. അപ്പോ അങ്ങനെ ക്രിസ്തുവിലൂടെയാണ് മരണത്തിന് അവസാനമുണ്ടായി, മരണത്തിന്റെ മേലെ വിജയം കൊണ്ടത്. അങ്ങനെ കർത്താവ് മരണത്തിന്റെ മേലെ അധികാരം സ്ഥാപിച്ചു. ഇനി നമ്മൾ ആ ഗീതത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്ന ഒരു മരണത്തെ കുറിച്ചുള്ള ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. ഗാത്രത്തോട് ആത്മാവ് ഓതുന്നു സമാധാനം എന്ന് പറയുന്ന ആ ഭാഗത്ത്. അപ്പോ അവിടെ പറയുകയാണ്, ശരീരത്തോട് ആത്മാവ് പറയുകയാണ്, എൻ്റെ സ്നേഹിത, ദൈവം കൽപ്പിക്കുന്നതായ സ്ഥലത്ത് നീ പോയി സമാധാനത്താലെ കഴിയുക. പുനരുദ്ധാന സമയത്ത് നിന്നെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. അപ്പോ ഈ ശരീരവും ആത്മാവും എന്നിൽ ഒന്നിച്ചു നിന്നതാ. ഞാൻ മരിക്കുന്ന സമയം എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തോട് പറയും, എൻ്റെ സഹോദര, ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്തേക്ക് നീ പോയി അവിടെ സമാധാനത്താലെ കഴിയുക. പുനരുദ്ധാന സമയത്ത് നിന്നെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. എന്ന് വെച്ചാൽ പുനരുദ്ധാനം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും തമ്മിൽ യോജിക്കുന്നത്. മൂന്നാമത്തെ ശുശ്രൂഷയുടെ കോലോയിലെ മറ്റൊരു ഭാഗമുണ്ട്. പിന്നെ വേർപാടിൻ വേളയിൽ ആത്മാവ് എന്നും പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്ത്, നീയോട് ഉര ചെയ്യുന്ന എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ. എന്താ? മരണസമയത്ത് ആത്മാവ് ശരീരത്തോട് വീണ്ടും പറയുകയാണ്, ഞാൻ സ്വരുക്കൂട്ടി വെച്ചതായ എൻ്റെ സമ്പാദ്യങ്ങൾ എനിക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക?
ഞാൻ സത്കർമ്മങ്ങൾ, നല്ല പ്രവർത്തികൾ ചെയ്തിരുന്നുവെങ്കിൽ ന്യായവിധിയുടെ സമയത്ത് കണക്ക് ചോദിക്കുന്ന അവസരത്തിൽ അതെനിക്ക് പ്രയോജനപ്പെട്ടേനെ. ഞാന് ലോകപ്രകാരം ഒത്തിരി നേടി, ഈ നേടിയതൊന്നും എനിക്ക് ഉപകാരപ്പെടുകയില്ല. ആ സമയത്ത് ഞാന് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അതെനിക്ക് വിധിയുടെ ദിവസത്തിൽ പ്രയോജനം ചെയ്തേനെ. ഈ ലോകത്തിൽ ഞാൻ സമ്പാദിച്ചതായ വീടും ധനസമ്പാദ്യങ്ങളുമെല്ലാം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് ഞാൻ നൽകിയിട്ട് ഞാൻ വെറും കയ്യാലെ വെറും കയ്യാലെ അല്ല പോകുന്നത്, എന്റെ പ്രവൃത്തികളുമായിട്ട് ഞാൻ പോകുകയാണ്. എന്നെ ഏൽപ്പിച്ച താലന്ത്, ഉപമയിൽ ഓർക്കണം, ദൂരദേശത്തേക്ക് യാത്ര പോയ യജമാനൻ തന്റെ താലന്തുകൾ തന്റെ ഭൃത്യനെ ഏൽപ്പിച്ചിട്ട് പോയി. എന്നാല് ഒരു സമയമുണ്ട്, ഈ ഏൽപ്പിച്ച താലന്തിന്റെ ഒക്കെ കണക്ക് നീ അത് എങ്ങനെ വിനിയോഗം ചെയ്തു എന്ന് കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ മരണത്തെ അതായിട്ടാണ് കാണുന്നത്. മരണം എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? ഞാൻ എൻ്റെ കണക്ക് കൊടുക്കുവാൻ എൻ്റെ യജമാനന്റെ അടുക്കലേക്ക് പോകുന്നതായ എൻ്റെ യാത്രയാണെന്നാ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ ചിന്തിച്ചപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, മരണം എന്ന് പറയുന്നത് ശരീരവും ആത്മാവും തമ്മിലുള്ളതായ ഒരു വേർപിരിയലാണ്. ആദിമ മനുഷ്യന്റെ അനുസരണക്കേടിലൂടെയാണ് മരണം ആരംഭിക്കുന്നത്. ആദിമനുഷ്യന്റെ അനുസരണക്കേടിലൂടെ ഉണ്ടായതായ മരണത്തിന് പരിഹാരം ചെയ്യുവാൻ രണ്ടാം ആദാമാകുന്ന ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ് ഈ മരണത്തിന്റെ മേലെ അധികാരം നേടുന്നത്, വിജയം നേടുന്നത്. മരണത്തിലൂടെ ശരീരം മണ്ണിലേക്ക് പോകുന്നു, ആത്മാവ് അതിനുവേണ്ടി നിശ്ചയിച്ചതായ ദൈവം കരുതി വെച്ചതായ ആ സ്ഥലത്തേക്ക് പോകുന്നു. നീ പുനരുദ്ധാനത്തിൽ എന്ത് സംഭവിക്കുന്നു? ആത്മാവും ശരീരവും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു. ഈ ഒന്നിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ ലോകത്തിൽ കാണുന്നതായ ധനസമ്പാദ്യങ്ങൾ നമുക്കൊരു രീതിയിലും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്നതായ സൽപ്രവൃത്തികൾ, ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതായ നല്ല പ്രവൃത്തികൾ, സത്കർമ്മങ്ങൾ വിധിയുടെ സമയത്ത് നമുക്ക് പ്രയോജനം ചെയ്യും. മരണം എന്ന് പറയുന്നത് ഒരു ദാസൻ തന്നെ ഏൽപ്പിച്ചതായ താലന്തിന്റെ കണക്ക് നൽകുവാൻ യജമാനന്റെ അടുക്കിലേക്കുള്ളതായ ഒരു യാത്രയാണ്. അപ്പോ മരണത്തെക്കുറിച്ച് അപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് മരണം എന്താണ്, സഭയുടെ പഠിപ്പിക്കലിൽ മരണം എന്താണെന്ന് പറയുന്നു, സഭയുടെ പ്രാർത്ഥനകള്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മരണത്തെ രണ്ടു തരത്തിലുള്ള മരണത്തെ, അതുകൊണ്ടൊന്നും പരാമർശിക്കപ്പെട്ടു പോകില്ല എങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും. മരണം രണ്ടു തരത്തിലുണ്ട്. ആത്മീക മരണവുമുണ്ട്, ശാരീരിക മരണവുമുണ്ട്. ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവ സാമീപ്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. ധൂർത്തപുത്രന്റെ ഉപമയിലെ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, അവൻ കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. നമ്മൾ ഓർക്കുക, ആ പിതാവ് പറയുകയാണ് തന്റെ മകനെ കുറിച്ച്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് വെച്ചാൽ ആ പിതാവുമായുള്ള ബന്ധം വേർപെടുത്തി നാശത്തിൽ കഴിഞ്ഞതായ കാലത്തെ കുറിച്ച് പറയുന്നതാണ്. അവൻ മരിച്ച അവസ്ഥയിലായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ, അവന് സുബോധം വന്നപ്പോൾ അവൻ തന്റെ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വന്നു. ആ അവസ്ഥയെക്കുറിച്ച് പറയുന്ന അവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അപ്പോ അത് ആത്മീക മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവവുമായുള്ള സാമീപ്യം നഷ്ടപ്പെടുത്തി ദൈവ സാമീപ്യമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആദാം, നീ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് തിരുവചനം പറഞ്ഞു. തോട്ടത്തിന്റെ വൃക്ഷഫലം ആദാം ഭക്ഷിച്ചു, അവൻ മരിച്ചു. ആ മരണം ആത്മീക മരണമായിരുന്നു. നമുക്കറിയാം, അവൻ പിന്നെയും നൂറ്റാണ്ടുകള് ജീവിച്ചിരുന്നു. അവന് ജഡീക മരണം സംഭവിക്കുന്ന പിന്നീടാണ്. അപ്പൊ ആദ്യം സംഭവിച്ചത് അവന്റെ ആത്മീക മരണം. അപ്പൊ നമ്മൾ ഓർക്കണം, ആത്മീക മരണവുമുണ്ട്, ശാരീരിക മരണവുമുണ്ട്. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് ഏത് മരിച്ചവരെ കുറിച്ചാണ്? ആത്മീക മരണമാണ്. ദൈവിക സാമീപ്യമില്ലാതെ ഇരിക്കുന്ന ആളുകളാണ്, അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല, അതാണ് പറയുന്നത്. അപ്പൊ ആത്മീക മരണവുമുണ്ട്, ശാരീരിക മരണവുമുണ്ട്. അപ്പൊ ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവവുമായുള്ള സാമീപ്യം നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മൾ ലോകത്തോടുള്ള ബന്ധത്തിൽ, പിശാചിനോടുള്ള ബന്ധത്തിൽ, ഭൗതിക മോഹങ്ങളോടുള്ള ബന്ധത്തിൽ കഴിയുന്നതിനാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. എന്നാൽ ശാരീരിക മരണം എന്ന് പറയുന്നത് ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുമ്പോൾ സംഭവിക്കുന്ന
ജഡത്തിൽ സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചാണ്. ഇനി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ദൈവജനത്തോട് ചേരുന്ന പ്രക്രിയക്കാണ് മരണം എന്ന് പറയുന്നത്. ദൈവജനത്തോട്, മരണം ഒന്നിന്റെ അവസാനമല്ല, ദൈവജനത്തോടെ ചേരുന്ന. നമ്മുടെ പിതാക്കന്മാരുടെ പൂർവികരുടെ മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. ഇസഹാക്കിന്റെ മരണത്തെക്കുറിച്ചും യാക്കോബിന്റെ മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് അവർ മരിച്ച് ദൈവജനത്തോട് ചേർക്കപ്പെട്ടു. അപ്പോ ഈ ഭൗമികമായ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ളതായ വിശുദ്ധരുടെ നിരകളിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ സുറിയാനി സഭ വാങ്ങിപ്പോകുക ആനീതേ എന്നുള്ളതായ പദം ഉപയോഗിക്കുന്നത്. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള കടന്നുപോക്ക്. കൃത്യമായിട്ട് പറഞ്ഞാൽ എക്സോഡസ് എന്നാ പറയുന്നത്. എക്കോഹോഡോസ് എന്ന് പറയുന്നത് വഴിയിൽ നിന്നുള്ള പുറത്തു കടക്കൽ. അവന് ജെറുസലേമിൽ സംഭവിക്കുവാനുള്ള മരണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് എന്ന് താബോർ മലയിലെ ആ സംഭവത്തെ കുറിച്ചുള്ള തിരുവചനം. അതിന്റെ കൃത്യ വേർഡ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന എക്സോഡസ് എന്നാണ്. എക്സോഡസ് എന്ന് പറയുന്നത് എക് ആൻഡ് ഹോഡോസ്, രണ്ട് വാക്കുകളാണ്. എക് എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാ, ഹോഡോസ് എന്ന് പറയുന്നത് വേറൊരു വാക്കും. അപ്പോൾ രണ്ട് പദങ്ങളാണ്, ഒരു പ്രിപ്പോസിഷനും ഒരു വേർഡും കൂടെ ചേരുന്നതാണ് എക്സോഡസ്. എക് ഹോഡോസ്. ഹോഡോസ് എന്ന് പറയുന്ന വഴി, മാർഗം, യാത്ര എന്നൊക്കെയാണ്. അപ്പൊ ആ യാത്രയിൽ നിന്നുള്ള ഔട്ട് ഓഫ്, പുറത്തു കടക്കുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. അപ്പോ ഇത് ജെറുസലേമിൽ വെച്ച യേശുവിന് സംഭവിക്കുന്നത്. താൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന്, ജേർണി ടു ജെറുസലേം ആ പാസേജ് അവിടെ. അപ്പൊ ജെറുസലേമിലേക്കുള്ള യാത്രയിലാ പറയുന്നത്. അപ്പോ ഇതിൽ നിന്നുള്ള പുറത്തു കടക്കലിനാണ് മരണം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ നിന്നും ഈ സിസ്റ്റത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു പുറത്തു കടക്കല, മറ്റൊരവസ്ഥയിലേക്ക്, നീതിമാന്മാരുടെ നിരകളിലേക്ക്, വിശുദ്ധന്മാരുടെ നിരകളിലേക്ക്, ദൈവജനത്തോടെ. കർത്താവ് പറയുന്നു, മോശയോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരനായ അഹറോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് ദൈവജനത്തോട് ചേർക്കപ്പെട്ടതുപോലെ നീയും ഇവിടെ വെച്ച് മരിച്ച് ദൈവജനത്തോട് ചേർക്കപ്പെടും. അപ്പോ ഭൗമികമായ ഇസ്രായേലിനെ നയിച്ചു കൊണ്ടുവരുന്നതായ മോശയോട് ദൈവം പറയുകയാണ്, നീ ഈ ഇസ്രായേൽ മക്കളുടെ മധ്യ അവരുടെ നായകനായിട്ട് അവരുടെ മുന്നേ നിന്ന് നയിച്ചവനാണ്. നീ ഇവിടെ വെച്ച് ഇവരുടെ മധ്യത്തിൽ നിന്ന്, ഇവരുടെ ഇടയിൽ നിന്ന് നീ മറ്റൊരവസ്ഥയിലേക്ക്, നിന്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് ദൈവജനത്തോട് ചേർക്കപ്പെട്ടതുപോലെ നീയും ഇവിടെ വെച്ച് മരിച്ച് ദൈവജനത്തോട് ചേർക്കപ്പെടും. അപ്പൊ മരണമെന്ന് പറയുന്നത് മറ്റൊരവസ്ഥയിലേക്കുള്ള കടന്നുപോക്കാണ്. അതുകൊണ്ടാണ് വാങ്ങിപ്പോകുക. ഒരു യേശു ഗലീലയിലേക്ക് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ യേശു മരിച്ചുപോയെന്നല്ലല്ലോ എന്റെ അർത്ഥം. യേശു അവിടെ നിന്ന് എവിടേക്ക് പോയി? ഗലീലായിലേക്ക് പോയി എന്നതുപോലെ മരണം എന്ന് പറയുന്നതും വാങ്ങിപ്പോകുക എന്നുള്ള സുറിയാനി പദം സഭ ഉപയോഗിക്കുവാനുള്ള കാരണം അവിടെ വലിയ പ്രത്യാശ, ഇതൊന്നിന്റെയും അവസാനമല്ല, മറിച്ച് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരവസ്ഥയിലേക്കുള്ള യാത്രയാണ് എന്ന് സൂചിപ്പിക്കുവാനാണ്. മറ്റൊരവസ്ഥയിലേക്കുള്ള കടന്നുപോക്ക്. ഈ ഭൗമിക ജീവിതത്തിന്റെ അവസാനമാണ് മരണം. ഭൗമിക തീർത്ഥാടനത്തിന്റെ അവസാനമാണ് മരണം. ഈ ഭൗമിക സഭയിൽ നിന്ന് സ്വർഗീയ സഭയിലേക്കുള്ള ഒരു യാത്രയാണ് മരണം. നമ്മുടെ മുമ്പേ കർദിനാൾ റാറ്റ്സിംഗറിന്റെ വാക്കുകൾ കേട്ടു. ശരീരത്തിന്റെ തടവറയിൽ നിന്ന് ഉള്ള പുറത്തു കടക്കലാണ്, മോചനമാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൗമിക സഭയിൽ നിന്ന് സ്വർഗീയ സഭയിലേക്കുള്ള യാത്രയാണ് മരണം. മറ്റൊന്ന്, മരണം എന്ന് പറയുന്നത് ശാരീരിക പരിമിതികളെ മറികടക്കുക. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് വേദനകള്, ക്ലേശങ്ങള്, കഷ്ടങ്ങള്, വികാരങ്ങള്, വിചാരങ്ങളൊക്കെ ഉള്ളത്. അപ്പോ ഈ ഭൗമിക ശാരീരിക പരിമിതികളുണ്ട്. ഇവിടെ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒക്കെയുണ്ട്. ഇങ്ങനെ ഇല്ലാത്തതായ മറ്റൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച്. അവരെ സ്വർഗത്തിലെ മാലാഹമാരെ പോലെ ആകുന്നെന്നാണ് പറയുന്നത്. മാലാഹമാരുടെ പ്രത്യേകത, അവർക്ക് വികാരങ്ങളില്ല, അവർക്ക് വിശപ്പില്ല. അങ്ങനെ ഒരു ലോകത്തിലേക്ക് ഉള്ള യാത്രയാണ്, ദൈവദൂതന്മാരെ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക്. ശാരീരിക പരിമിതികൾ, ക്ലേശ സമ്പൂർണമാ ഈ ലോകത്തിൽ നിന്ന് അകന്നു പോയവരെ, അപ്പൊ ദുരിതം നിറഞ്ഞ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് ഈ ശാരീരിക പരിമിതികളൊന്നും ഇല്ലാത്ത മറ്റൊരവസ്ഥയിലേക്കുള്ളതായ യാത്രയാണ് മരണം. ഇനി മരണത്തെ കുറിച്ച് പറയുന്നത്, സുറിയാനി സഭ കൂടുതൽ ഉപയോഗിക്കുന്നത് മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്. ഇവിടെ നമ്മൾ തെറ്റിപ്പോകരുത്. പ്രൊട്ടസ്റ്റന്റ് സഭ പറയുന്ന ഉറക്കമല്ല ഇത്. സുറിയാനി സഭ പഠിപ്പിക്കുന്ന ഉറക്കം, നിദ്ര എന്ന് പറയുന്നത്, പ്രൊട്ടസ്റ്റന്റ് സഭ പഠിപ്പിക്കുന്നത് മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്, അവരൊന്നും അറിയുന്നില്ല,
പിന്നെ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ മൗനതയിലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള പ്രൊട്ടസ്റ്റന്റ് പഠിപ്പിക്കല്. അതല്ല സുറിയാനി സഭയുടെ ഈ നിദ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ തിരുവചനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. അപ്പൊ യേശു പറയുകയാണ്, ലാസറിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അപ്പം ഈ ഉറക്കം എന്ന് പറയുന്നത് ഉണരാൻ വേണ്ടിയിട്ടുള്ള ഉറക്കമാണ്. ഇതൊരു സർട്ടൻ പീരീഡിലേക്കുള്ള ഉറക്കമാണ്, അത് ഉണരുവാൻ. അപ്പൊ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുന്നേ പറയുകയാണ്, അവൻ സഹോദരനായ ലാസർ, അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അതുകൊണ്ടാണ് മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ സമയം വരുന്നു. അപ്പൊ ഉറങ്ങുന്നവരൊക്കെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരും. അപ്പൊ ഈ ഉറക്കം ഉണരാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീണ്ടും സുവിശേഷങ്ങളിൽ 9-ാം അധ്യായത്തില് 24 മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവചനത്തിലെ മരണത്തെ ഉറക്കമായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ 9:24 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ പുറത്തു പോകുവീൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. അപ്പോ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായ ആ സ്ത്രീ, ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി സമീപിച്ചിട്ട് താണു വണങ്ങിക്കൊണ്ട് ആ ഭരണാധിപൻ തന്റെ മകളുടെ ശതാധിപൻ തന്റെ മകളെ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന, പക്ഷെങ്കില് അവള് മരിച്ചു പോയിരുന്നു. എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന അവളുടെ മേൽ കൈവെക്കുമെങ്കിൽ അവൾ ജീവിക്കും. അതാ ശതാധിപൻ പറയുന്നത്. അപ്പൊ യേശു പറയുകയാണ്, ആ ശതാധിപന്റെ ഭവനത്തിലെത്തി അവരുടെ കുഴത്തുകാരൻ ബഹളം വയ്ക്കുന്ന ജനങ്ങളുടെയും കണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവീൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പൊ അവരെല്ലാവരും യേശുവിനെ പരിഹസിച്ചു. അപ്പൊ സ്നേഹിക്കപ്പെട്ടവരെ, യേശുവിന്റെ ശബ്ദം ആ യുവതിയെ, ആ പെൺകുട്ടിയെ ഉയർപ്പിച്ചു, ജീവിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവൾ ഉറങ്ങുകയാണ്. അവൾ ഉറങ്ങിയത് ഉണരുവാൻ വേണ്ടിയിട്ടാണ്. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം നമ്മൾ ആമുഖമായിട്ട് വായിച്ചതായ കൊരിന്തോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായം 20-ാമത്തെ തിരുവചനം നമ്മൾ ആദ്യമേ വായിച്ചതാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച് എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഒന്ന് ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഉറങ്ങുന്നവരുടെ എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഒന്ന് ഉയർപ്പിക്കപ്പെട്ടു. അത് വായിച്ചു വരുമ്പോഴാണ് പറയുന്നത്, അതിന്റെ ക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും താങ്കളുടെ ക്രമം അനുസരിച്ചായിരിക്കും ഉയർപ്പ്. ആദ്യഫലം ക്രിസ്തു. അപ്പൊ ഈ പുനരുദ്ധാനത്തിന്റെ ഓർഡറിനെ കുറിച്ച് അഫ്രൈം പിതാവ് എഴുതിയിട്ടുണ്ട്. ഞാൻ അത് പിന്നെ ഒരു അവസരത്തിൽ പറഞ്ഞില്ല. ഈ പുനരുദ്ധാനത്തിന് ഒരു ഓർഡർ ഉണ്ട്. ഇത് തിരുവചനത്തിൽ പറയുന്ന കാര്യമാണ്. കാരണം 1 കൊരിന്ത്യർ 15-ന്റെ 20-23 നമ്മൾ വായിച്ചു. ഓരോരുത്തരും താങ്കളുടെ ക്രമം അനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ ഉയർപ്പിന്റെ ഷുവർട്ടി. ക്രിസ്തു ഉയർത്തുമെങ്കിൽ നിങ്ങളും ഉയർക്കും. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് മശിഹായുടെ യേശു തമ്പുരാന്റെ ഉയർപ്പാണ്. ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ഉറക്കം ഇത് ഉണരാൻ വേണ്ടിയിട്ടുള്ളത്. ഈ മരണത്തെ നിദ്രയായിട്ട് അവിടെ വിശേഷിപ്പിക്കുവാനുള്ളതായ കാരണം അതാണ്. ഇനി അടുത്തതായിട്ട്, മരണം നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. നമ്മൾ കർദിനാൾ റാറ്റ്സിംഗിന്റെ വാക്കുകൾ കേട്ടു. ശരീരത്തിന്റെ തടവറയിൽ നിന്ന് ആത്മാവ് പുറത്തു കിടക്കുന്നതാണ് മരണം. മരണമാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടം. യേശുവിന്റെ പഠിപ്പിക്കല്, പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയില്ല. അപ്പം ജീവിക്കുന്നവരെല്ലാവരും മരിക്കണം.
നമ്മൾ ജനിച്ചാലെ മരിക്കുമെന്നുള്ള സത്യമാണ്. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് മറ്റൊരു ശ്രേഷ്ഠമായ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്, അതിന്റെ തുടക്കമാണ്, അതിന്റെ പ്രവേശന കവാടമാണ്. നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടമാണ് മരണം. മരണം ഒരു വിശ്രമാവസ്ഥയിലേക്കുള്ള ഒരു വിശ്രമാവസ്ഥയിലേക്കുള്ള യാത്രയായിട്ട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടികളിൽ വിശ്രമിക്കാൻ പോകുന്നു എന്നുള്ളതായ തരത്തിലുള്ളതായ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു വിശ്രമത്തിനായിട്ട് ആത്മാവ് പോകുന്നു. അപ്പൊ ഇതാണ് നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മുടെ ലിറ്റർജിയിലൊക്കെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കണ്ട കാര്യമാണ് മരണശേഷം ഉള്ള 3 സംഭവങ്ങൾ. ശരീരം എവിടെ പോകുന്നു? 3 മനുഷ്യൻ. ശരീരമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. ശരീരം മണ്ണിലേക്ക് പോകും, ജീവൻ ദൈവത്തിലേക്ക് പോകും, ആത്മാവ് അതിനുവേണ്ടി ഒരുക്കി വെച്ചതായ സ്ഥലത്തേക്ക് പോകും. ആത്മാവ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ ആത്മാവ് എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടക്കമായതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പഠിക്കാം. ആത്മാവ് അതിനുവേണ്ടി ഒരുക്കി വെച്ച സ്ഥലത്തേക്ക് പോകുന്നു. ഇനി ഇവിടെയാണ് സഭകൾ തമ്മിലുള്ളതായ ചില ഇത് എവിടേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ചില വ്യത്യാസങ്ങള് അവരെ അത് വിശദമാക്കുവാൻ മറ്റ് ചില പദങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകള് മരണാനന്തരത്തെ കുറിച്ച് അവർക്ക് വലിയ തിയോളജി ഒന്നുമില്ല. കാരണം അവർ പറയുന്നത് മരണശേഷം ഉറക്കത്തിലാണ്, അതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർ മൗനതയിലാണ്. അതുകൊണ്ട് പിന്നെ മരണാനന്തരത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഇടയിലില്ല. അപ്പൊ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഓർക്കണം, അത് 16-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ സഭയാണ്. അപ്പൊ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിശ്വാസവും എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസം പഠിക്കുന്നത് നല്ലതാണ്. മരണശേഷവും മരണത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് സുറിയാനി സഭ പ്രത്യേകമായിട്ടൊന്നും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. നമ്മുടെ ദൈവശാസ്ത്ര ചിന്താഗതികൾ നമ്മുടെ ലിറ്റർജി കിടപ്പുണ്ട്. അതിന് പക്ഷെ ഒരു അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ദോഷം എന്ന് പറയും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പോരായ്മ. എന്നാൽ കത്തോലിക്ക സഭയിലെ ഒരു കൊച്ചിനോട് ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് പറയും. എന്നുവെച്ചാൽ അവരെ അങ്ങനെ അത് അവരുടെ CCC കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അതിനകത്ത് അതിന്റെ ഇത്ര നമ്പറിൽ ഓരോ നമ്പറിൽ മരണം എന്താണെന്ന് പറയുന്നുണ്ട്, ന്യായവിധി എന്താണെന്ന് പറയുന്നുണ്ട്, സ്വർഗം എന്താണെന്ന് പറയുന്നുണ്ട്, നരകം എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ ശുദ്ധീകരണ സ്ഥലം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് പറയുന്നത് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഇവിടെ നമ്മുടെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും തിരുവചനവും ഒക്കെ വായിക്കുമ്പോൾ സമാനമായിട്ട് വരുന്നതായ 2-3 പദങ്ങളുണ്ട്. പറുദീസായും പാതാളവും. പറുദീസ, പാതാളം, സ്വർഗം, നരകം. പറുദീസായും സ്വർഗവും സമാന അർത്ഥത്തിൽ ചിന്തിക്കുന്ന ചിലരുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം, പറുദീസായും സ്വർഗവും. അതുപോലെ പാതാളവും നരകവും സമാന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നവരും അതൊന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെങ്കിൽ സുറിയാനി സഭയുടെ വിശ്വാസം അനുസരിച്ച് ഞാനത് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത് അഫ്രേമിന്റെ ദൈവശാസ്ത്രം വെച്ച കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അഫ്രേമിന്റെ ദൈവശാസ്ത്രത്തിൽ. അതുകൊണ്ട് ഈ സഭയുടെ വിശ്വാസം സത്യത്തിൽ അഫ്രേം പിതാവിന്റെ ദൈവശാസ്ത്രം. അതുകൊണ്ട് മരണശേഷമുള്ള ഈ ആത്മാവ് എവിടെ, പറുദീസായിൽ എന്ന് പറയുമ്പോൾ പറുദീസായിൽ എവിടെ, അതിനെക്കുറിച്ച് അഫ്രേം പിതാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് അവസാനം ഞാൻ അതിലേക്ക് വരാം. ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മള് പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാട് കൊണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട്. അവർ മരണത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ മരണം മൂലം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നു. അപ്പോൾ അതിന്റെ കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അതിന്റെ 10:16 പറയുന്നതും അതുപോലെ 10:5 10:19 ഈ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയലാണ്. പക്ഷെങ്കിൽ ഉദ്ധാനത്തിൽ നമ്മുടെ ആത്മാവിനോട് വീണ്ടും ശരീരം ചേർക്കപ്പെടുകയും രൂപാന്തരീകൃതമായ ഒരു ശരീരത്തിന് ദൈവം അക്ഷയമായ ജീവൻ നൽകുകയും ചെയ്യും. നമ്മുടെ വിശ്വാസം തന്നെയാണ്, അവിടെ യാതൊരു വ്യത്യാസമില്ല. മരണം പക്ഷെ പുനരുദ്ധാനമുണ്ട്. പുനരുദ്ധാനത്തിൽ എന്ത് സംഭവിക്കും? ആത്മാവിനോട്
വീണ്ടും ശരീരം ചേർക്കപ്പെടും. ആ ശരീരത്തിന്റെ പ്രത്യേകത ഇന്നുള്ള ശരീരമല്ല. ഇന്നുള്ള ശരീരത്തിന് വിശപ്പും ദാഹവും വികാരങ്ങളും ഒക്കെ ഉള്ളതാണ്, ജഡീക ആഗ്രഹങ്ങളുള്ളതാണ്. പക്ഷെങ്കിൽ മരണശേഷം ചേർക്കപ്പെടുന്നതായ, പുനരുദ്ധാനത്തിൽ ചേർക്കപ്പെടുന്നതായ ശരീരം എന്ന് പറയുന്നത് അക്ഷയമായ ജീവനോടുകൂടിയുള്ളതായ രൂപാന്തരീകരിക്കപ്പെട്ടതായ ശരീരമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മളെല്ലാവരും അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ കൊരിന്ത്യോസിന് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാ, ക്രിസ്തു ജീവിച്ചു ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഉറപ്പ്, യാതൊരു സംശയം, എല്ലാവർക്കും പുനരുദ്ധാനമുണ്ട്. ഇതാണ് മരണത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കൽ. മരണം എന്ന് പറയുന്നത് പിന്നെ ഇത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയലാണ്. വേർപിരിഞ്ഞതിന് ശേഷം പുനരുദ്ധാന ദിവസത്തിൽ ഈ ശരീരവും ആത്മാവും ഒന്നിച്ചേരും. ഇതാണ് സഭയുടെ പഠിപ്പ്. ഇത് നമ്മുടെ വിശ്വാസം തന്നെ. ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മറ്റൊന്നാണ് തനതു ന്യായവിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. സത്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് പറയുന്നില്ല. എന്താണെന്നറിയാമോ? ഈ തനത് ന്യായവിധി, മരണശേഷം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് 3 സാധ്യതകളാണുള്ളത്. ആത്മാവ് എവിടെ പോകുന്നു എന്നുള്ളതിന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന 3 സാധ്യതകൾ. മരണശേഷം ആത്മാവ്, വിശുദ്ധരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകും. വിശുദ്ധരുടെ ആത്മാക്കൾ പരിശുദ്ധ ത്രിത്വത്തോടുള്ള പൂർണ്ണമായ ജീവിതം ഉള്ള ഒരു സ്ഥലം, അവിടേക്ക് ദൈവത്തോടുള്ളതായ ഐക്യത്തിലേക്ക് പോകുന്നു. ജീവന്റെ സ്നേഹത്തിന്റെ സംസർഗമുള്ളതായ ആ സ്ഥലത്തെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്നു. വിശുദ്ധിയോടുകൂടി ഭൂമിയിൽ ജീവിച്ചതായ വിശുദ്ധരായ ആളുകളുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാനത് പിന്നെ പഠിപ്പിക്കാം. അപ്പം കത്തോലിക്ക സഭ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, വിശുദ്ധരായ ആളുകൾ മരണശേഷം സ്വർഗത്തിലേക്ക് പോകും. രണ്ടാമതൊരു സാധ്യത, മരണശേഷം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക്, പർഗേറ്ററി, ഡെസ്പുർഗാന, പെർഗേറ്ററി, ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു. കാത്തലിക്ക സഭയുടെ 1030 പറയുന്നത്, ദൈവത്തിന്റെ കൃപാവരത്താലും സൗഹൃദത്താലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. അതിനാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാകും. ഇതാണ് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കല്. അതിന്റെ 10:30-ലും 32-ലും ഒക്കെ ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപാവരത്താലും സൗഹൃദത്തിലും മരിക്കുന്നവരെ അവർ ഈ ലോകത്തിൽ വെച്ച് പൂർണ്ണമായി ശുദ്ധീകരണം പ്രാപിച്ചവരല്ലെങ്കിൽ അവർക്ക് നിത്യരക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവര് ആവശ്യമായ ഒരു വിശുദ്ധീകരണം അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി അവരെവിടേക്ക് പോകുന്നു? ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കല്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നു. അപ്പോ ഇത് എന്താണ്? സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ഉള്ളതായ മരിച്ചുപോയ ആത്മാക്കൾ വസിക്കുന്ന ഒരു സ്ഥലമാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കൂടുതൽ ആത്മാക്കൾ, സഭയുടെ മക്കളുടെ ആത്മാക്കൾ ഈ ശുദ്ധീകരണ സ്ഥലത്തുണ്ടെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ അവരെ സ്വർഗത്തിലോ നരകത്തിലോ പോകാതെ കൂടുതൽ ആത്മാക്കൾ, കാരണം മനുഷ്യരാണ് ഈ ഭൂമിയിൽ വെച്ച്, അവർക്ക് പൂർണ്ണമായും വിശുദ്ധീകരണം ഒന്നും നേടുവാൻ സാധിക്കാതെ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ കുറ്റങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയിട്ട് കുറെ നാളുകള് അതിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു, അവിടെ കഴിയുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ ശുദ്ധീകരണ സ്ഥലം. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. ഞാൻ പിന്നെ അഫ്രേമിന്റെ വ്യാഖ്യാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ. അപ്പൊ ശുദ്ധീകരണ സ്ഥലത. അപ്പൊ നമ്മളെ സഭ അങ്ങനെ ഒരു ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഔദ്യോഗികമായിട്ട് സുറിയാനി സഭ പഠിപ്പിക്കുന്നില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയവരുടെ ആത്മാക്കള് അവരെ അതിന്റെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പോകണമെങ്കിൽ പൂർണ്ണ വിശുദ്ധി പ്രാപിക്കണം. ആ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചിട്ടില്ല എങ്കിൽ അത് പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നതായ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഈ ആത്മാവ് മാറ്റപ്പെടുന്നു. അതിനെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നു. ഇനി നരകം എന്ന് പറയുന്നത് അനുതപിച്ച് ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിന്റെ അർത്ഥം ദൈവം നൽകിയതായ ഫ്രീ വില്ല്, സ്വാതന്ത്ര്യം, അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തി കഴിയുന്നതായ ആളുകൾ ദൈവ സംസർഗത്തിൽ നിന്ന് വേർപെടും. അങ്ങനെ ദൈവ സംസർഗമില്ലാത്ത വലിയ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും ഭയങ്കരത നിലനിൽക്കുന്നതായ ഒരു സ്ഥലമാണ് സ്വർഗം. സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ, യേശുവിനെ ദൈവമായി സ്വീകരിക്കാതെ, യേശു ഉണ്ടെന്നറിഞ്ഞിട്ടും
ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ പാപമാണെന്ന് അറിഞ്ഞിട്ടും ജീവിതത്തിൽ തെറ്റുകൾ വരുത്താതെ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് പാപം ചെയ്ത് അനുദപിക്കാതെ മാരക പാപത്തിൽ ജീവിക്കുന്നതായ വ്യക്തികളുടെ ആത്മാക്കൾ മരണശേഷം നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് സഭയുടെ പഠിപ്പിക്കല്. വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടുവാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ശമിക്കാത്ത അഗ്നിയും കെടാത്ത തീയുമുള്ളതായ സ്ഥാനമാണ് ഗേഹന്ന എന്ന് പറയുന്നത്. നരകത്തിന് പറയുന്ന പേര് ഗേഹന്ന. ഇതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ലൊക്കെ പറയുന്നത്. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതാണ് കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കൽ. അപ്പൊ നമ്മള് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സുറിയാനി സഭ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട് ഈ വിധത്തിലല്ല. മരിച്ചുപോയ ഉടനെ സുറിയാനി കത്തോലിക്കാ സഭയുടെ ഒരു പഠിപ്പിക്കല് നമ്മുടെ സഭയായിട്ടുള്ള ഒരു വ്യത്യാസം ഇതാണ്. മരിച്ചുപോയാല് ചില ആളുകൾ എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ ജീവിച്ച ആളുകള്, ഏറ്റവും വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ നേരെ സ്വർഗത്തിൽ പോകുന്നു. ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കാതെ ഏറ്റവും വലിയ മാരക പാപത്തിൽ തെറ്റുകളാണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്ത് മാരക പാപത്തിൽ ജീവിക്കുന്നവരുടെ ആത്മാക്കൾ മരണശേഷം നേരിട്ട് അവരുടെ ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നുവെന്നും കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. അപ്പോ ബാക്കിയുള്ളവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ സഭയുടെ വിശ്വാസികളായി മാമോദീസ സ്വീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുകയും എന്നാൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തേക്ക്. അപ്പൊ ഈ 3 സാധ്യതകളാണ് മരണശേഷം കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. ആത്മാവിന് 3 സ്ഥാനം. അപ്പൊ ഈ 3 സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ന്യായവിധി നടത്തും, ഒരു ചെറിയ ന്യായവിധി. അതിനെ തനതു ന്യായവിധി അഥവാ പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. അവരുടെ മതബോധന ഗ്രന്ഥത്തിൽ 10:21 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വന്തം ജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അത് കടന്നു പോകുന്നു. അതാണ് ഈ തനതു ന്യായവിധിയുടെ സമയത്ത്. അപ്പോ 3 സാധ്യതകളാണ്. ഒന്നിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക്. 3 സാധ്യതകളാണ് കത്തോലിക്ക പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇനി അന്ത്യന്യായവിധി. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അന്ത്യന്യായവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരും ഉയർക്കും. നീതിമാന്മാരും നീതിരഹിതരായ ആളുകളും ഉദ്ധാനം ഉണ്ടാകും. കത്തോലിക്ക സഭയുടെ 10:38 മതബോധന ഗ്രന്ഥത്തിന്റെ 10:38 പറയുന്ന ഇങ്ങനെ: ഖബറിടങ്ങളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുനരുദ്ധാനം ചെയ്യുന്നതായ നാഴികയായിരിക്കും അത്. അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൽ സകല മലഹമാരോടും കൂടി കടന്നു വരും. അവിടുത്തെ തിരുമുമ്പിൽ എല്ലാ ജനതകളും ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ തന്റെ ചെമ്മരിയാടുകളെയും കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തേക്ക് നിർത്തും. അപ്പൊ ഈ ഇടതുഭാഗത്തിന് നിത്യശിക്ഷയ്ക്കുള്ള സ്ഥലമാണ് ഇടതുഭാഗം. പിന്നെ നിത്യസന്തോഷത്തിന്റെ സ്ഥലമാണ് വലതുഭാഗം. ഒരു ഇടയനെ തന്റെ ആടുകളെ വേർതിരിക്കുമ്പോൾ ഇടയന്റെ ആടുകളുടെ കൂട്ടത്തില് എന്തുണ്ട്? ചെമ്മരിയാടും ഉണ്ട്, കോലാടും ഉണ്ട്. ചെമ്മരിയാടുകളെ അതിന് ഏറ്റവും വിലയുള്ളത്. അപ്പൊ ചെമ്മരിയാടുകളെ വലതുവശത്തേക്ക് മാറ്റി നിർത്തും. താരതമ്യേന വില കുറഞ്ഞതാണ് കോലാട്. കോലാടിന് ഇടതുവശത്ത്. എന്നതുപോലെ ഈ ലോകത്തിലെ ന്യായവിധിയുടെ സമയത്ത് തമ്പുരാൻ എന്ത് ചെയ്യും? മരിച്ചുപോയ എല്ലാ ആളുകളും ഉദ്ധാനം ചെയ്യും. ശരീരവും ആത്മാവും തമ്മിൽ വീണ്ടും ഒന്നിക്കും. മരണശേഷം ആത്മാവ് തനിയെ അവസിക്കുന്ന ശരീരം മണ്ണിലേക്ക് പോകും. ആ മണ്ണിലേക്ക് പോയപ്പെട്ട ശരീരം എന്ത് ചെയ്യും? മനുഷ്യപുത്രന്റെ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജീവിക്കും. ജീവിച്ചിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അസ്ഥി അസ്ഥിയോട് ചേരും, മാംസവും വന്നു ചേരും. അങ്ങനെ ശരീരവും ആത്മാവും വന്ന് ഒന്നിച്ചു ചേരും. ആ ശരീരത്തിന്റെ പ്രത്യേകത അത് എങ്ങനെയുള്ള സാധാരണ ശരീരമല്ല, മറിച്ച് രൂപാന്തരീകരിക്കപ്പെട്ട ശരീരം, ട്രാൻസ്ഫോംഡ് ബോഡി. അങ്ങനെ ആ രൂപാന്തരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കണം. ഇന്ന് അവൻ തന്റെ പ്രവൃത്തികൾക്കനുസരിച്ചൊരു വിധി ഉണ്ടാവും. നല്ലവരെ വലതുവശത്തേക്കും തിന്മ ചെയ്തവരെ ഇടതുവശത്തേക്കും ഒരു ഇടയൻ തന്റെ ആടുകളെയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കും. നന്മ ചെയ്തവർ ജീവനിലേക്ക് മാറ്റപ്പെടും, തിന്മ ചെയ്തവർ ദണ്ഡവിധിയിലേക്ക് മാറ്റപ്പെടും. ഇതാണ് കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കല്. ഈ ന്യായവിധിയെ കുറിച്ച് നമ്മുടെ വിശ്വാസം സെയിം വിശ്വാസമാണ്. വലിയ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അന്ത്യന്യായവിധിക്ക് മുമ്പായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉദ്ധാനം ഉണ്ടാവും.
കബറിടങ്ങളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉറപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന നാഴികയായിരിക്കും അത്. അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൽ സകല മാലഹമാരോടും കൂടി വരും. അവിടുത്തെ മുമ്പിൽ എല്ലാ ജനങ്ങളും ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തും നിർത്തും. ഇടതുഭാഗത്തുള്ളവർ നിത്യശിഷ്യവിധിയിലേക്കും, അതായത് നരകത്തിലേക്കും, നീതിമാന്മാർ നിത്യജീവനിലേക്ക്, അതായത് സ്വർഗത്തിലേക്കും പ്രവേശിക്കും. ഇത് തന്നെയാണ് നമ്മുടെയും സഭയുടെയും വിശ്വാസം. ഇനി ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസങ്ങൾ ഉള്ളത്, ഈ തനത് ന്യായവിധിയെ കുറിച്ച് നമ്മൾ വലുതായിട്ട് പഠിപ്പിക്കുന്നില്ല, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ അഫ്രേമിന്റെ ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ സുറിയാനി സഭ മരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതായ ചില ചിന്താഗതികള്, ചില ചിന്തകൾ നമുക്കുണ്ട്. ഈ മരണമുള്ള നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഈ മരണശേഷം ആത്മാവ് എവിടെ എന്നുള്ളത് നമ്മുടെ ലിറ്റർജിയിൽ കാണുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ളത് അതുകൂടെ വേണം പറയാം. മരണശേഷം ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മള് ഈ മരണശേഷം ആത്മാവ് എവിടെ എന്നുള്ളത് നമ്മുടെ ലിറ്റർജിയിൽ അതിന് പല പദങ്ങൾ കാണുന്നുണ്ട്, പല ഭാഗങ്ങള്. വേണമെങ്കിൽ സഭ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ലിറ്റർജിയിലൊക്കെ എവിടെയാണ് നമ്മുടെ ആത്മാവ് മരണശേഷം എന്നുള്ളത് പറയുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് കൂടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കാം. അഫ്രേമിന്റെ കാഴ്ചപ്പാട്, സത്യത്തിൽ സുറിയാനി സഭയുടെ കാഴ്ചപ്പാട് അതാ. അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഞാൻ അതുമായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ ചോദിക്കാം. നമ്മൾ മരണം എന്താണെന്നാണ് ആദ്യം കണ്ടത്. ശരീരവും മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. മരണശേഷം ശരീരം മണ്ണിലേക്ക് പോകുന്നു, ആത്മാവ് അതിനുവേണ്ടി ഒരുക്കി വെച്ച സ്ഥലത്തേക്ക് പോകുന്നു, ജീവൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു. അതാണ് സഭയുടെ പഠിപ്പിക്കല്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണം എന്ന് പറയുന്ന ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയലാണ്. ആദാമിന്റെ കൽപ്പന ലംഘനത്തിലൂടെയാണ് മരണം ആരംഭിച്ചത്. യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിന്മേൽ വിജയം നേടിക്കൊണ്ട് മരണത്തിന്റെ മേൽ ആധിപത്യം പുലർത്തി. മരണത്തിലൂടെ ശരീരം മണ്ണിലേക്കും ആത്മാവ് അതിനുവേണ്ടി കരുതി വെച്ചതായ സ്ഥലത്തേക്കും നീങ്ങിപ്പോകുന്നു. പുനരുദ്ധാനത്തിൽ ആത്മാവും ശരീരവും ഒന്നിച്ച് തീരും. ഈ ലോകത്തിലെ നമ്മൾ നേടിയെടുത്തതൊന്നും നമുക്ക് പ്രയോജനം ഉണ്ടാവുകയില്ല. ധനസമ്പാദ്യങ്ങളോ സ്വത്തുക്കളോ ഒന്നും, പണത്തിനൊന്നും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. മറിച്ച് അന്ത്യന്യായവിസ്താര സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ ചെയ്ത സൽപ്രവൃത്തികളാണ് നമ്മൾക്ക് അനുഗ്രഹമായിട്ട് തീരുക. അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ പോവുക. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ മരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദാസൻ തന്നെ ഏൽപ്പിച്ചതായ താലന്തിന്റെ കണക്ക് തിരിച്ചേൽപ്പിക്കുവാനുള്ളതായ ഒരു യാത്രയാണ്. അതിന് തിരിച്ച് ഏൽപ്പിക്കുവാനുള്ള പോകുന്നതായ ഒരു യാത്രയാണ് മരണമെന്ന് നമ്മൾ കണ്ടു. പിന്നെ മരണത്തെക്കുറിച്ചുള്ളതായ പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാട്, മരണശേഷം ആത്മാക്കൾ മൗനത്തിലാണ്. അതുകൊണ്ട് ആ മൗനത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് തിയോളജി മരണത്തെക്കുറിച്ചുള്ളതായ അത് ശൂന്യമാണ്. അത് ഒന്നും പറയുന്നില്ല, പ്രാർത്ഥിക്കാനോ ഒന്നും പറയുന്നില്ല. കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തെ നമ്മൾ കണ്ടു. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചോദിച്ചോട്ടെ, നമ്മള് ഈ കത്തോലിക്ക സഭ ശുദ്ധീകരണം എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ പറയുന്നില്ലെങ്കിലും നമ്മൾ സത്യത്തിൽ അതല്ലേ ചെയ്യുന്നത്. നമ്മള് പാങ്ങിപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവര് കർത്താവെ അവരോട് കരുണ ചെയ്യണമേ. തീർച്ചയായിട്ടും അതാ ഞാൻ അടുത്ത ക്ലാസ്സിലെ അഫ്രൈമിന്റെ ദൈവശാസ്ത്രം എടുക്കുമ്പോൾ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, കത്തോലിക്ക സഭയായിട്ട് ചെറിയ വ്യത്യാസം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കത്തോലിക്ക സഭ പറയുന്നത് ഉള്ള ഒരു വ്യത്യാസം, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മരണശേഷം ഇപ്പൊ മദർ തെരേസയുടെ ആത്മാവ് സ്വർഗത്തിലാണെന്നുള്ള അവരുടെ പഠിപ്പിക്കല്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകും, ഡയറക്റ്റ് നരകത്തിലും പോകും. പക്ഷെ നമ്മുടെ സഭ പറയുന്നത് നമ്മുടെ സഭ പർദീസായിലായിരിക്കും എന്നൊക്കെ. പക്ഷെങ്കിൽ ഈ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ അഫ്രൈമിന്റെ ഇതെടുത്ത് പറയാം. അല്ലെങ്കിൽ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്, അതായത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല എങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസവും പ്രൊട്ടക്ഷന്റെ വ്യത്യാസവും എല്ലാം ഒരുപോലായി. അതല്ല നമ്മുടെ വിശ്വാസം, അതല്ല നമ്മൾ. പക്ഷെ ഈ വാക്കുകളിലുള്ള വ്യത്യാസമാണ്. ശുദ്ധീകരണ സ്ഥലം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ പർദീസായി എന്ന് പറയുന്നു. അതാണ്. പിന്നെ അവിടെ 1-2 വ്യത്യാസമുണ്ട്. ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര നാൾ കിടക്കണം എന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭ പറയുന്നില്ല. അത് ദൈവം തീരുമാനിക്കുന്ന സമയം വരെ അവിടെ കിടന്നിട്ട്
അതിനൊരു മാറ്റം ഉണ്ടാകും, കുറെ കൂടെ ബെറ്റർ സ്റ്റേജിലേക്ക് മാറും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ പറയുന്നത് പറുദീസായിലാണ്. ഈ പറുദീസായിൽ കിടക്കുന്നവർക്ക് ഈ നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായി അന്ത്യന്യായവിസ്താര സമയത്ത് ദൈവം അവരോട് കരുണ കാണിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാനത് അഫ്രൈമിന്റെ ദൈവശാസ്ത്രം എടുക്കുമ്പോൾ എനിക്ക് അതിനകത്തൊന്ന് മനസ്സിലായത് ഇത്രേ ഉള്ളൂ. അതായത് അവര് കുറച്ചുകൂടെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലോജിക്കലായിട്ട് പറയുന്നു, നമ്മൾ അത് മെസ്സിക്കലായിട്ട് വിശ്വസിക്കുന്നു. സഭയുടെ സഭ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കത്തോലിക്ക സഭ ഫിലോസഫിക്കലായിട്ടും ഇന്റലക്ച്വലായിട്ടുമാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ നമ്മുടെ സഭ അത് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ സഭയുടെ വലിയ ശ്രേഷ്ഠമായ ഒരു നിലപാടാണ്. അതാണ് ഏറ്റവും കാര്യം. വിശുദ്ധനായ ദൈവത്തെ, ഈ സ്ഥലത്തെ സൃഷ്ടിച്ച ദൈവത്തെ നീ നിന്റെ കൈക്കുമ്പിളിൽ, നമ്മള് അഫ്രൈപിതാവ് പറയുന്നത്, നീ ഒന്നിനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പോയാൽ നിന്റെ ഡെഫിനിഷനുള്ളിൽ അതിനെ ഒതുക്കി നിർത്തുക. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ റെവലേഷൻ, വെളിപാടിന് പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി, വെളിപാട് പുസ്തകം 20-ാം അധ്യായവും ഒക്കെ പറഞ്ഞ് 19ന്റെ അവസാനം 20ന്റെ ആദ്യത്തിലൊക്കെയുള്ള സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് മനുഷ്യൻ അങ്ങ് ഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിന്റെ അങ്ങേയറ്റം വരെ പോയി. അപ്പൊ സുറിയാനി സഭ അവിടെ മൗനം പാലിക്കുന്ന ഇങ്ങനെ ഒരു ആശയം ഇല്ലാഞ്ഞിട്ടില്ല, മറിച്ച് ഇത് വ്യാഖ്യാനിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോവുക. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തെ നിനക്ക് എങ്ങനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? അതുകൊണ്ട് നീ ദൈവത്തിന്റെ കയ്യിലെ സൃഷ്ടിയാണ്. സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. ഇതാണ് സഭ. അതാണ് നമ്മുടെ വിവാഹ കൂദാശയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏതോ ഒരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയാതിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ നമ്മുടെ ആ വൃത്തത്തിനുള്ളിൽ അതിനെ ആക്കി വെക്കുക. ഒരിക്കലും ദൈവത്തെ മനുഷ്യന്റെ ബുദ്ധിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇതെല്ലാം വലിയ രഹസ്യമായിട്ട് സഭ കാണുന്നത്.